ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുള്ള ഒട്ടുമിക്ക പേരുടെയും ഫേവറേറ്റ് സീരീസ് അത് ഗെയിം ഓഫ് ത്രോൺസ് തന്നെ ആയിരിക്കണം. പക്ഷേ പലർക്കും പറയാൻ മടി ഉണ്ടാവാൻ കാരണം മേ ബി എൻ്റെ സീസൺ 8 ആയിരിക്കണം. ശരിക്കും ഈ സീസൺ 8 ഇത്ര ഹെയ്റ്റ് ഡിസർവ് ചെയ്യുന്നുണ്ടോ? അതോ പെട്ടെന്നൊരു ദിവസം ഗെയിം ഓഫ് ത്രോൺസ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ ഇത്ര ഫ്രസ്ട്രേഷൻ കയറിയതാണോ? വാ നോക്കാം. ആക്ച്വലി സീസൺ 8 സീസൺ 7 ഇത്ര ഹെയ്റ്റ് ഇട്ടുള്ള മെയിൻ റീസൺ അത് പെട്ടെന്ന് റഷ് ചെയ്തിട്ടാണ് ഈ 2 സീസണും തീർത്തിട്ടുള്ളത്. അതായത് സാധാരണ ഈ സീസൺ 6 വരെ ഉള്ളതൊക്കെ ഒരു 10 എപ്പിസോഡ് ഉണ്ടെങ്കിൽ ഈ 2 സീസണുകളിൽ ആകെ 7-6 എപ്പിസോഡ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അന്നത്തെ കാലത്ത് കുറേ തിയറീസ് ഉണ്ടായിരുന്നു, കുറേ ജോൺസ്നോ ഫാൻസും കുറേ ഡെനറിസ് ഫാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഓരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. ആരാണ് അസോറ ഹായി, അല്ലെങ്കിൽ ആരാണ് ദ പ്രിൻസ് ഹു വാസ് പ്രോമിസ്ഡ്, ഓലെങ്ങനെ നൈറ്റ് കിങ്ങിനെ വന്ന് കൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തിയറീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം എല്ലാവർക്കും ഡിസപ്പോയിൻമെന്റ് ആണ്, കാരണം നൈറ്റ് കിങ്ങിനെ കൊന്നത് ആര്യ സ്റ്റാർക്കാണല്ലോ. പിന്നെ നൈറ്റ് കിങ്ങിനെ കേസ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഏകദേശം 8 കൊല്ലം ബിൽഡപ്പ് ചെയ്ത് വന്ന ക്യാരക്ടർ പെട്ടെന്ന് ഒരു ദിവസം വന്നു ചത്തു. അതുപോലെ തന്നെയാണ് ജോൺസ്നോന്റെ സ്റ്റോറി ലൈനും. ഓന്റെ കുറേ ഐഡന്റിറ്റി റിവീലിംഗ്, ഓൻ വലിയ എഗോൺ ടാർഗെറിനാണ്, ഓനെങ്ങനെ വരും കാലം രാജാവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ലാസ്റ്റ് ഡിസപ്പോയിൻമെന്റ് ആയി മാറി. ലാസ്റ്റ് എത്തിയപ്പോൾ ഇതൊക്കെ പാടെ അങ്ങനെ കൊള്ളാവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ഇല്ല എന്നുള്ളത്. കാരണം സീസൺ 5 അല്ലെങ്കിൽ സീസൺ 6 വരെ എത്തിയപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറി എന്ന് പറയുന്നത് ബുക്കിന് ബേസ്ഡ് ആയിരുന്നു. അവിടെ വരെ എത്തിയപ്പോൾ ഇതിന് എഴുതി കഴിഞ്ഞ ബുക്കുകളൊക്കെ പടം കഴിഞ്ഞു. ബാക്കിയുള്ള ബുക്കുകളാണ് ചേർത്ത് അന്ത ജോർജ് ആർ മാർട്ടിനാണ് ചെയ്ത് തീർത്തിട്ടുമില്ല. ഡാൻസ് വിത്ത് ഡ്രാഗൺസ് ചെയ്യുന്ന ലാസ്റ്റ് എഴുതി കഴിഞ്ഞ ബുക്കിൻ്റെ പേര് ഇത് കുറച്ച് വലിയ ബുക്കായതുകൊണ്ട് ഇത് 2 പാർട്ടിങ്ങാണ് റിലീസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഡ്രീംസ് ആൻഡ് ഡസ്റ്റ് എന്ന് പറയുന്ന പാർട്ടും ആഫ്റ്റർ ദ ഫീസ് എന്ന് പറയുന്ന 2 പാർട്ടിങ്ങാണ് ഇത് റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. ഇത് ഏകദേശം 2011 ഈ ബുക്ക് ചെയ്ത് കഴിഞ്ഞത്. അതിനുശേഷം ആ തന്തക്ക് വേറെ ഒക്കെ ടൈമുണ്ട്. ഈ ബുക്ക് ചെയ്ത് തീർക്കാൻ മാത്രം ടൈമില്ല. ഏകദേശം 15 കൊല്ലം ഇയാൾ ഈ ബുക്ക് ചെയ്ത് ആക്കണം. ഇനി ബാക്കി 2 ബുക്കുകൾ ഇറങ്ങി തീരാണ്ട്, വിൻസ് ഓഫ് വിൻ്ററും ഡ്രീം ഓഫ് സ്പ്രിങ്ങും. സീരീസിൽ ഏതായാലും എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എൻഡിങ് കിട്ടിയില്ല. ഇനി എല്ലാവരുടെയും ഹോപ്പ് എന്ന് പറയുന്നത് ബുക്കിലാണ്. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾ ബുക്ക് വായിച്ചവരാണോ? നിങ്ങൾക്ക് ബുക്കാണോ അതോ സീരീസാണോ കൂടുതൽ ഇഷ്ടം? അതോ ഇനി നിങ്ങൾക്ക് സീസൺ 8 ഇഷ്ടപ്പെട്ടവർ തന്നെ ഉണ്ടോ? കമൻറ്റ് പറയാതായാലും.